ഷൈനി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം ഊരി മാറ്റിയതിന് ശേഷം അത് കൃപാസന മാതാവിൻ്റെ പുസ്തകത്തിനടിയിൽ ഒളിപ്പിച്ചു. അതിനുശേഷം 4:38 എന്ന ആ ടൈമിൽ പള്ളിയിൽ പോകാൻ എന്ന വ്യാജേന വീട്ടിൽ നിന്നും സാവധാനം കതകടച്ച് തൻ്റെ കുട്ടികളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും 500 മീറ്റർ ദൂരമുള്ള റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നല്ല ദിവസം നേരട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഏറ്റുമാനൂർ പോയിരുന്നു. ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിൽ ഏകദേശം ഒരു 25ഓളം വീടുകൾ ഞാൻ സന്ദർശിച്ചു. കാരണം ഇതിൻ്റെ ഒരു നിജസ്ഥിതി, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എത്രമാത്രമാണ്, എന്താണ് ഈ ഒരു മരണത്തിലേക്ക് ഷൈനിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് അറിയണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം അന്നത്തെ ആ ഒരു ദിവസങ്ങൾ, ആ ഷൈനിയും കുട്ടികളും അനുഭവിച്ച ആ ഒരു ദിവസങ്ങൾ എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ദിവസങ്ങൾ ഇപ്പോൾ ഒരാഴ്ചയായി ഈ മരണം സംഭവിച്ചു എങ്കിൽ തന്നെ നമുക്ക് ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ ഡിസംബർ 28 എന്ന് പറഞ്ഞ ആ ഒരു വൃത്തികെട്ട ദിവസം, ആ വെറുക്കപ്പെട്ട ആ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ വളരെയധികം മലയാളികൾക്കല്ല, ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വളരെയധികം സങ്കടം. 2 കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് കണ്ണിറുക്കി പിടിച്ച് റെയിൽവേ ട്രാക്കിൽ പോയിരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഭീകരത അനുഭവിച്ച ആ നിമിഷങ്ങൾ അത് ഇനി ഈ കേരളത്തിൽ ആർക്കും വരാൻ പറ്റത്തില്ല. ഇതിനെ സംബന്ധിച്ച് വളരെയധികം കോളുകൾ എനിക്ക് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. ഒരു പോക്സോ കേസിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ച് ആ കേസ് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ലാത്ത എന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇതുപോലെ തന്നെ ഈ ഷൈനിയുടെ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചാനലിൽ നിന്ന് എൻ്റെ നമ്പർ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. ഏതോ ഒരു നാട്ടിൽ നിന്ന് അറിയത്തില്ലാത്തൊരു സൗണ്ട്. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീ ആയാരണം പറഞ്ഞു വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു, ലേഡി അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇതിൻ്റെ ജെനുവിനിറ്റി നമ്മൾ മനസ്സിലാക്കി, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് വ്യക്തമാക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ആ വോയിസ് ജനങ്ങൾക്കായിട്ട് ഇട്ട് തന്നത്. ഇപ്പോൾ ഏകദേശം 89,000 രൂപ അവരുടെ അക്കൗണ്ടിൽ വിത്തിൻ 24 അവേഴ്സിനകം ഏകദേശം 89,000 രൂപ അവരുടെ അക്കൗണ്ടിലെത്തി. ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങളാണ്. അവരെന്നെ വിളിച്ച് സംസാരിച്ചു, ഒത്തിരി അധികം താങ്ക്സ് പറഞ്ഞു. ഇത് ഞാനല്ല, എനിക്കല്ല ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളാണ് നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ എല്ലാവരും കുടുംബമാണ്, ഒരു ചാനൽ കുടുംബം എന്ന എൻ്റെ ഈ ചാനൽ കുടുംബത്തിലേക്ക് കടന്നു വന്ന എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് മെസ്സേജുകൾ എല്ലാം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവരുടെ വോയിസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം. ഷൈനിയുടെ ആ വീടിൻ്റെ പരിസരത്ത് ചെന്നിട്ട് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൈനി മരിക്കുന്നതിന് മുമ്പ് തന്നെ 2 വള, മാല, മോതിരം, അതുപോലെ തന്നെ കൊന്ത എന്നിവയെല്ലാം ഊരി വെച്ചിട്ട്, അതായത് അവിടെ ഒരു കൃപാസനത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൻ്റെ അടിയിൽ ഊരി വെച്ചിട്ടാണ് ഷൈനി പോയത് എന്നാണ് ഷൈനിയുടെ പിതാവ് നാട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതിനെ സംബന്ധിച്ച് ഏറ്റുമാനൂർ പോലീസ് ആ വീട് പരിശോധിക്കുകയും ആ മുറി പരിശോധിക്കുകയും ആ മുറിക്കുള്ളിൽ നിന്നും ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഷൈനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഫോണ് ഷൈനിയുടെ അനീത്തിയുടെ ഭർത്താവായ ജെയ്സന്റെ കൈവശം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ആദ്യം പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ, അവിടെ ആ മുറി പരതി കഴിഞ്ഞപ്പോൾ ഫോണ് ബെഡിൽ കിടക്കുന്നതായിട്ട് കണ്ടു. അതിനുശേഷം ആ ഫോണ് ജെയ്സന്റെ കാറിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഷൈനിയുടെ പിതാവ്, അതായത് 28-ാം തീയതി വെളുപ്പിന് 4:38 ഷൈനി ഒരു സ്റ്റാറ്റസ് ഷൈനിയുടെ ഫോണിൽ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റാറ്റസ് ഷൈനിയുടെ കൂട്ടുകാരികൾ കണ്ടിട്ടുണ്ട്. അത് കൃപാസന മാതാവിൻ്റെ സ്റ്റാറ്റസ് ആയിരുന്നു. അതിൻ്റെ പ്രാർത്ഥനകളോടുകൂടിയ ഒരു സ്റ്റാറ്റസാണ് ഷൈനി അവസാനമായിട്ട് ജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരികളായിട്ട് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കായിട്ട് ഷെയർ ചെയ്തിട്ട് ഷൈനി ലോകവാസം വെടിഞ്ഞത്. എന്താണേലും വളരെയധികം സങ്കടങ്ങൾ, കാരണം വളരെ ഭക്തിയായിരുന്നു, വളരെ ദൈവത്തിൽ അടിയുറച്ച് ദൈവവിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസം കൂടിപ്പോയി ആ മോക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷൈനിയുടെ ഫാദർ ഷൈനിനെ പലപ്പോഴും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കാറുണ്ടായിരുന്നു. കൃപാസനത്തിൽ ഉടമ്പടി ഷൈനി എടുത്തിട്ടുണ്ടായിരുന്നു. കൃപാസനത്തിൽ ഷൈനി എല്ലാ മാസങ്ങളിലും ഈ വിസിറ്റിങ്ങിന് പോകാറുണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ അവിടെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിയിൽ ഷൈനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മെഴുകുതിരികൾ കാര്യങ്ങളൊക്കെ ആ നാട്ടുകാർ ആ ഷൈനിയുടെ മരണശേഷം ആ മുറിയിൽ പോയി കണ്ട് ബോധ്യമായിട്ടുള്ളതാണ്. എന്താണെങ്കിലും വളരെയധികം സങ്കടങ്ങൾ മാത്രം കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് വിതച്ചു കൊടുത്തുകൊണ്ട് ഈ മുണ്ടക്കൽ ചൂരമരയിൽ ഉരുൾ പൊട്ടിയപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സങ്കടം
ആ രണ്ട് കുരുന്നുകളുടെ ആ മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുന്നില്ല. എത്ര നല്ല സുന്ദരി കുട്ടികൾ, സ്നേഹിക്കാനായിട്ട് വിഷമങ്ങൾ മറയ്ക്കാനായിട്ട് ഈ ഷൈനിക്ക് രണ്ട് സുന്ദരി കുട്ടികളെ കൊടുത്തിട്ട് ആ കുട്ടികളുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇത് ഷൈനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ്. ആ ഒരു ഇളയ കുട്ടീനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വളരെയധികം സങ്കടമാണ്. അതുകൂടാതെ സത്യസന്ധമായ ഒരു വാർത്തകൾ ഞാൻ ജനങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് എടുത്തതാണ്. നമ്മുടെ ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ എല്ലാ ചാനലും ഏകദേശം ഒരു 500ഓളം യൂട്യൂബേഴ്സ് നമ്മുടെ ക്ലിപ്പിങ്സ് എന്നെ വിളിച്ച് ചോദിച്ചതിന് ശേഷം പല ചാനലിൽ കൂടെയും കടന്നു പോയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആവശ്യകത, ഇപ്പോൾ ഒരു വാർത്ത ഞാൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു വാർത്തയുടെ അതിൻ്റെ സോഴ്സ്, അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. ഇതിന് കാരണം പ്രധാന പേപ്പറുകൾ, മാധ്യമങ്ങളൊന്നും ഈ വാർത്ത പൂർണ്ണമായിട്ട് തിരസ്കരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് മലയാള മനോരമ പോലെയുള്ള പ്രമുഖ ചാനലുകളിൽ കൂടെയൊക്കെ വാർത്തകൾ വന്നത്. അതിന് മുമ്പ് വേറെ പ്രമുഖ ഒരു ചാനലിലും വാർത്ത ഇട്ടില്ലായിരുന്നതാണ്. അതുകൂടാതെ എനിക്ക് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണക്കുറിപ്പിൻ്റെ കാര്യമാണ്. ആ മരണക്കുറിപ്പ് ഷൈനിയുടെ ഫോണാണ്. ഷൈനിയുടെ ഫോണിൻ്റെ അകത്ത് ആ മരണക്കുറിപ്പിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ വരയിട്ട് പറയാം. ഈ ഫോണ് എത്രയും പെട്ടെന്ന് ഫോറൻസിക്കിന് എക്സ്പ്ലനേഷനായിട്ട് കൊടുത്ത് അവിടുന്ന് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഈ വില്ലൻ കഥാപാത്രം ആരാണ് ഷൈനീനെ ഫോണിൽ ബന്ധപ്പെട്ടത്, അവസാന നിമിഷങ്ങളിൽ ഈ മരണത്തിലേക്ക് തള്ളി വിടാനായിട്ട് ഷൈനീനെ പ്രേരിപ്പിച്ചത് ആരാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അത് കാരണം ഷൈനിയുടെ മരണക്കുറിപ്പ് എന്നറിയപ്പെടുന്നത് ഷൈനിയുടെ ഫോണാണ്. ജീസൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്താണേലും വളരെയധികം ദുരൂഹതകൾ ഉണ്ട്. അതുകൂടാതെ ഷൈനി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ജോലിക്ക് പോയിട്ടുള്ളതായിട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. പാലിയേറ്റീവ് കെയർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ കോർണറിൽ നിന്നുള്ള വിഷ്വലാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോസായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു വീഡിയോ അതായത് കുട്ടികൾ അവസാന ദിവസം സ്കൂൾ വിട്ട് വരുന്നതായിട്ടും, രണ്ടാമത്തെ വീഡിയോ അവസാന നിമിഷം ഷൈനി കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ ലോകവാസം വെടിഞ്ഞ് പോകാനുള്ള ഒരുങ്ങുന്ന ആ വീഡിയോയുമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അറിയപ്പെടുന്ന റോസ്മെറ്റിക്ക എന്ന പേരിലാണ്. അവിടെയുള്ള വളരെയധികം പ്രായം ചെന്ന ആൾക്കാരും കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ റോസ്മെറ്റിക്ക. അവിടെയാണ് ഷൈനി ജോലിക്കായിട്ട് കയറി. ഷൈനിക്ക് അവിടെ 16,000 രൂപയായിരുന്നു സാലറി ആയിട്ട് ഈ ഫ്രാൻസിസ് ചേട്ടൻ കൊടുത്തിരുന്നത്. അപ്പോൾ അവക്കടെ ഊർജ്ജസ്വലതയും സത്യസന്ധതയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1000 രൂപയുടെ കൂടുതൽ കൊടുത്തു. കാരണം ഈ 2 കുട്ടികളൊക്കെ ഉണ്ട്. ഷൈനിക്കാണെങ്കിൽ 8 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ വീടും ആ വീടിനോടനുബന്ധിച്ച് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഷൈനിയുടെ വീട്ടിലാണെങ്കിൽ ഷൈനിയുടെ വീട്ടിൽ മൊത്തം 2 ആണും അതുപോലെ തന്നെ 3 പെണ്ണുങ്ങളുമാണ്. ഷൈനിയുടെ നേരെ ഇളയ അനിയത്തിയുടെ ഹസ്ബൻഡ് ജെയ്സന്റെ കാര്യമാണ് ഞാൻ ഇതിനു മുമ്പ് പ്രതിപാദിച്ചത്. ഷൈനിക്ക് 2 സഹോദരന്മാർ കൂടിയുണ്ട്. ഒരാൾ അയർലൻഡിലും ഒരാൾ അമേരിക്കയിലുമാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വളരെയധികം ദുരൂഹത ഉളവാക്കുന്ന വേറെ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ. ഈ ഷൈനിയുടെ 2 ബ്രദർമാരുണ്ടായി. 2 പേരും ഈ സമയങ്ങളിൽ ഷൈനിയുടെ ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ഇവരാരും ഒരു ഇൻഫർമേഷനും നാട്ടുകാർക്കോ അതുപോലെ ചാനലുകാർക്കോ തന്നില്ല. ഷൈനിയുടെ ആങ്ങളമാർ എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതെന്ന് ഫാദറിനോട് ചോദിച്ചപ്പോൾ ഷൈനിയുടെ ഫാദർ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കൾക്ക് ജോലിക്കായിട്ട് പിന്നെ പോക്ക് നടക്കത്തില്ല. അത് കാരണമാണ് ഇതിനെ സംബന്ധിച്ച് യാതൊരു ഡീറ്റെയിലും കൊടുക്കാത്തത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഷൈനിയുടെ സഹോദരന്മാരോടായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഈ ലോകത്ത് ജോലി കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യാനായിട്ട് തോന്നുന്നു? ഇത്ര ഒരു ബുദ്ധിമുട്ടുകൾ ഈ കുടുംബത്തിൽ സംഭവിച്ച ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ജോലി കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്തിപ്പറിക്കലില്ലേ, ഒരു വേദനയില്ലേ? ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ജോലിയും തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ചാനല് കാര്യങ്ങളൊക്കെ ആയിട്ട് നിരന്തരം പോകുന്ന ആളല്ല. പക്ഷേ എനിക്ക് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ കുത്തിനോവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട്. പക്ഷേ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് എനിക്ക് കടക്കത്തുള്ളൂ. എനിക്ക് അതുവരെ നിങ്ങൾക്ക് എങ്ങനെ പറ്റുമെങ്കിൽ എൻ്റെ ഈ നമ്പർ എൻ്റെ ചാനലിൽ കിടപ്പണം. നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. ഞാൻ നിങ്ങളുമായിട്ട് ടാൽക്ക് ചെയ്യുക, നിങ്ങളുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോളിൽ പോവുക. ഇത്രയും ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ജനങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ഈ നാട്ടിലെ ആരും വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ജനങ്ങളോട് യാതൊരു കടപ്പാടും ഇല്ലേ?
നിങ്ങൾ എവിടെ പോയി എത്ര സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യമുള്ളത്? ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഇട്ടതാ, ഇപ്പോൾ ഞാൻ ജനങ്ങൾക്കായിട്ട് കൊടുക്കാം. ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് ഷൈനിയുടെ ആങ്ങളമാർ എനിക്ക് വെളിപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഷൈനിയുടെ ഫാദർ ഒത്തിരി കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. ഷൈനിയുടെ ഫാദർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷൈനിയുടെ ഫാദർ പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്നാണ് ഷൈനിയുടെ മദർ നന്നായിട്ട് സംസാരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്ന ഒരാളാണ്, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഷൈനിയുടെ അമ്മ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ റോസ്മെറ്റിക്ക എന്ന സ്ഥലത്താണ് ഷൈനി ജോലി ചെയ്തിരുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അവിടെയാണ് ഷൈനി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്ന സ്ഥാപനം നടത്തുന്ന ഫ്രാൻസിന്റെ പുരയിടത്തിൽ ഒരു ഗ്യാസിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്തോ പൈപ്പിൽ വന്ന് അടഞ്ഞിട്ട് അത് ബ്ലോക്കായി. അതിനുശേഷം അവിടുന്ന് ഗ്യാസ് കിട്ടുന്നില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി. അങ്ങനെ ഇത് ചെറിയ സ്മെല്ല് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഈ ഷൈനിയുടെ ഫാദർ ഈ ഫ്രാൻസിൻ്റെ പേർക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഷൈനി അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്ത ഒരു സ്ഥാപനത്തിൽ ഷൈനിക്ക് അത് നിൽക്കുന്ന ഒരു അഭിമാനക്കുറച്ചിൽ പോലെ തോന്നിയ കാരണമാണ് ഷൈനി സ്വയമേ അവിടുന്ന് രാജിവെക്കുകയാണ് ചെയ്തത്. ഷൈനി 4 മാസം അവിടെ ജോലി ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്താണേലും ഈ ഷൈനി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ ഫാദറിന് കേസ് കൊടുക്കാൻ എന്തിനാ പോയത് എന്നുള്ള കാര്യങ്ങൾ ഷൈനിയുടെ ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവും. അതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ. എന്താണേലും ഷൈനിക്ക് കിട്ടിയിരുന്ന ജോലി ഫാദറായിട്ട് പോയി. പാലിയേറ്റീവ് കെയറിലെ ജോലി കളഞ്ഞത് ഷൈനിയുടെ ഫാദർ തന്നെയാണ്. കാരണം സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരായിട്ട് സ്വന്തം ഫാദർ പരാതി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആർക്കാണ് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കാരണം അവരുടെ ഫേസ് പിന്നെ ഇങ്ങനെ കണ്ട് ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് കാരണം ഷൈനി പൂർണ്ണമായിട്ട് അവിടുന്ന് ഒഴിവാകുകയാണ്. അതിനുശേഷം ഷൈനി ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിലും കോട്ടയത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കൂടെയും ഒരു പ്രാന്തിയെ പോലെ അലിഞ്ഞു നടന്നു. പക്ഷേ ഷൈനിക്ക് ജോലി കാര്യങ്ങൾ കിട്ടിയില്ല. ഇവിടുന്ന് ജോലി പോയ കാരണമായിരിക്കും ഷൈനിയുടെ ഫാദർ പറയുന്നുണ്ട്, ഞാനും ജോലി അന്വേഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ കൂടെ പോയിരുന്നത്. ഈ കാരണവർക്ക് ജോലി അന്വേഷിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഷൈനി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുക പറ്റുന്ന എടുത്താണ്. കാരണം പിള്ളേർക്ക് നല്ലൊരു കെയറിങ് കൊടുത്തുക. എന്തുകൊണ്ട് കാരണവർ ആ ജോലി കളയാനായിട്ട് ഇങ്ങനെ കൊടുവാളെടുത്തു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്താണേലും വളരെയധികം ദുരൂഹതകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഷൈനിയുടെ ഫോണ് മെയിനായിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതുകൂടാതെ ഈ കാരണവർ, അതായത് ഷൈനിയുടെ ഫാദർ ഇതിനെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തുള്ളൂ. കാരണം ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഷൈനിയുടെ സഹോദരങ്ങളും ഇതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നെ. വളരെയധികം സങ്കടങ്ങൾ മാത്രമാണ് ഷൈനി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പോയത്. അതുപോലെ തന്നെ നല്ല ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീ, നല്ലൊരു കുടുംബിനി, നല്ല സന്തോഷമായിട്ട് പോകേണ്ട ഒരു കുടുംബം. എന്താണേലും വളരെയധികം സങ്കടങ്ങൾ മാത്രം. ഈ ഫാദർ പല പ്രാവശ്യവും പറയുമായിരുന്നു അവൾക്ക് ഭ്രാന്തായിട്ട് അവൾ ചുമ്മാ പ്രാർത്ഥിച്ച് പറക്കി എപ്പോഴും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്, എപ്പോഴും പ്രാർത്ഥനയുള്ളൂ, തിരി കത്തിച്ച് വെച്ചുള്ള പ്രാർത്ഥനകളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ഷൈനീനെ വഴക്ക് പറയായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും ഷൈനീനെ പിന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. എന്താണേലും അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചെന്നപ്പോൾ ഫാദർ യാതൊരു കാര്യങ്ങളും സംസാരിക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയട്ടെ. അതിൻ്റെ പീയൂഷും അവിടെ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ കഥവ് തുറന്ന് ഈ ഫാദർ ആ മുറിയിലിരുന്ന് മോളുടെ രൂപത്തിന് മുമ്പിൽ കുട്ടികളുടെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിന് മുമ്പിൽ തിരി കത്തിച്ച് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ സമ്മതിച്ചു. അതിനുശേഷമാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ജനങ്ങളിലേക്ക് തരാനായിട്ട് പറ്റിയത്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചതിന് മാത്രം എക്സ്പ്ലനേഷൻ തന്ന് അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്താണേലും ഇനി വരും ദിവസങ്ങളിൽ ഷൈനിയുടെ ഫാദറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു റീസൺ പറയും അല്ലെങ്കിൽ കിട്ടും എന്ന് വിചാരിക്കുന്നു. എന്താണേലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കുട്ടികളെയും വലിച്ച് നിർബന്ധിച്ച് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് പോയ നിമിഷങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. റെയിൽവേ ട്രാക്കിൽ പോയി അതും രാത്രിയിൽ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പോലും വാക്കുകളില്ല. എന്താണെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഹാർട്ട് ഫാർമർ എന്ന ചാനൽ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അടിവേര് മാന്തി നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. എന്താണെങ്കിലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ വാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാർമർ.